ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോവർ, എൻ്റെ സബ്സ്ക്രൈബർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് ആ വീഡിയോന്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്ക്. ഒരു യൂട്യൂബർ എഴുതി ഇയാൾ മരണപ്പെട്ടാൽ വരെ ഇയാളെ പറ്റി എനിക്ക് എഴുതാനുള്ള അവകാശമില്ല. അപ്പൊ ഓണാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ലുലു മാളിൽ നടന്ന ചടങ്ങിൽ MA യൂസഫ് അലി സാർ പറഞ്ഞ ചില വാക്കുകളാണ് നിങ്ങൾ ഇപ്പോ കണ്ടത്. ഇത് എല്ലാ യൂട്യൂബർമാരെ കുറിച്ചും അല്ല പറഞ്ഞത്, ചില യൂട്യൂബർമാരെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. ഒരു യൂട്യൂബർ ആവണമെങ്കിൽ വലിയ ക്വാളിഫിക്കേഷനോ അതുപോലെ തന്നെ വലിയ വലിയ കഴിവുകളോ ഒന്നും വേണ്ട. 1000 2000 രൂപയുടെ ഒരു യൂട്യൂബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ മാത്രം മതി. ഒരു യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ കഴിയും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളോ പ്രയോജനങ്ങളോ ഒന്നുമില്ല. നേരത്തെ നിങ്ങൾ MA യൂസഫ് അലി സാർ പറഞ്ഞത് കേട്ടില്ലേ? അതാണ് ഇവിടെ ഭൂരിപക്ഷവും നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭം ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന ആളുടെ ഭാവനയും വാചകവും അടിയും കൂടെ കൂട്ടിച്ചേർത്ത് ഇല്ലാ കഥയുണ്ടാക്കി റീച്ചും സബും ഉണ്ടാക്കി ആ റീച്ചിന്റെയും സബിന്റെയും ബലത്തിൽ ആരെക്കുറിച്ചും എന്തും പറയാനും വിലപേശാനും മടിക്കാത്തവരുമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ചില ഫേമസ് ആയ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവരും അതുപോലെ ചില കടക്കാരനും പ്രൊമോഷനായി വീഡിയോ ചെയ്യിപ്പിക്കാറുണ്ടല്ലോ. ആ വീഡിയോ ചെയ്യാൻ ഞാൻ പോയി ചോദിച്ചാൽ ചിലപ്പോ അവർ വേണ്ടെന്ന് പറയും. അതിന് പല കാരണങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ അവതരണ ശൈലിയായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളുമായിരിക്കും. അവിടെയാണ് എന്നിലെ യൂട്യൂബർ ഷടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അവിടുത്തെ ഭക്ഷണം മോശമാണ്, അല്ലെങ്കിൽ അവിടെ വില അധികമാണ്, അങ്ങനെ എന്തൊക്കെ ആ ഹോട്ടലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ കുറിച്ച് പറയാൻ പറ്റുമോ അതെല്ലാം പറയാൻ വേണ്ടി ഈ 1000 2000 രൂപ വിലയുള്ള ഫോൺ മാത്രം മതി. ഇതുപോലുള്ള വാർത്തകൾ കാരണം എത്രയെത്ര കുടുംബങ്ങളുടെ കണ്ണീരാണ് ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സാധാ ഒരു യൂട്യൂബർക്ക് ഒരു ജേർണലിസ്റ്റിന്റെ ജോലി ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരു യൂട്യൂബർ വീഡിയോ ചെയ്യുന്നത്? പലരും ചെയ്യുന്ന വീഡിയോകൾ കണ്ടും ചെയ്യുന്ന ആളിന്റെ ഭാവനയും വാചക കസർത്തും ഉണ്ടെങ്കിൽ വീഡിയോ റെഡി. ഒരു യൂട്യൂബർക്ക് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് വീഡിയോ ചെയ്യേണ്ട അവകാശമുണ്ടോ? ഒരു വ്യക്തിയെ കുറിച്ച് ഇല്ലാ കഥ ചമഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നേരിട്ട് കണ്ട പരിചയം പോലും ഉണ്ടാവില്ല. കേരളത്തിലെ ഒരു വ്യക്തിയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ വിദേശത്ത് നിന്നായിരിക്കും. തെറ്റായ ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിന് നിയമത്തിന്റെ വഴി പോകാമല്ലോ. അങ്ങനെ പോയാൽ നമുക്ക് റീച്ചും വരുമാനവും ഇല്ലാതാവൂലേ? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് പോലെ അല്പനേരത്തേക്ക് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഇത്തരം വാർത്തകളും ധാരാളം മതി. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.